വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള തുക പ്രതീക്ഷയെക്കാളും ആവശ്യത്തിനേക്കാളും വളരെ കുറവാണ് എന്നുള്ള പ്രശ്നമാണ് കേരളം ഉയർത്തുന്നത്. 260 കോടിയോളമാണ് അനുവദിച്ചത്. സാധാരണഗതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച തുക കുറയുന്നോ കൂടുന്നുള്ളത് നമ്മൾ അഭിപ്രായം പറയണ്ട, എല്ലാവർക്കും പരമാവധി കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ദുരന്തം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് പണം അനുവദിച്ചത്. മറ്റ് സ്ഥലത്ത് ഇപ്രാവശ്യം ഒരു നല്ല കാര്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദുരന്തം ഉണ്ടായ സംസ്ഥാനങ്ങൾക്കൊക്കെ 1, 2, 3 മാസത്തിനകം തന്നെ അത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല. അവിടെ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ദുരിതാശ്വാസത്തിന് കിട്ടിയില്ലെങ്കിലും സംസ്ഥാനം അതിനാവശ്യമായ പണം മാറ്റിവെക്കുമെന്ന് നമ്മൾ പറഞ്ഞ് തുടങ്ങിയിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ. പക്ഷേ ആ പണം വളരെ കുറവാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് അവർ പുനഃപരിശോധിക്കേണ്ടതാണ്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള എംപിമാരും എല്ലാം ഈ കാര്യം വീണ്ടും ഉന്നയിക്കുന്നു വിചാരിക്കുന്നു. BJP എന്ന നിലയിൽ പാർട്ടിയും അവരുടെ കേന്ദ്ര ഭരണകക്ഷിയുടെ പാർട്ടി ഉണ്ടല്ലോ ഇവിടെ, അവരും ഈ കാര്യം ഉന്നയിക്കും എന്നാണ് പ്രതീക്ഷയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇല്ല, അങ്ങനെ പ്രൈസ് മണി വെട്ടിക്കുറച്ചിട്ടില്ല. ഇപ്പം നേരത്തെ പ്രൈസ് മണി 50 രൂപ ടിക്കറ്റ് ഉണ്ടല്ലോ, ദിവസമുള്ള ടിക്കറ്റ്. ആ ടിക്കറ്റിൻ്റെ അതിനൊരു ഘടന നമ്മൾ രൂപീകരിച്ചു. അതിനകത്ത് ചെറിയൊരു വ്യത്യാസം കൂടെ വരുത്തി തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പിന്നെ എന്തായാലും ഒരു ടിക്കറ്റിൽ 12% കൊടുത്തിരുന്ന നികുതി ഒറ്റയടിക്ക് 40% ആകുമ്പോൾ അത്രയും വ്യത്യാസം വരും. ഇത് കുറച്ച് ഏജൻറ്റുമാരും സർക്കാരും പ്രൈസ് മണി ഇതിനെല്ലാം ഒരുമിച്ചാണ് ബാധിക്കുക. ഏറ്റവും കൂടുതൽ ഒരു ടിക്കറ്റിൽ പണം നമ്മൾ കൊടുക്കുന്ന പ്രൈസാണ്. അപ്പോൾ ചെറിയ വ്യത്യാസം വരും, വലിയ കുറവൊന്നും വന്നിട്ടില്ല. അപ്പോൾ ദീപാവലിയുടെ പൂജ ബമ്പർ ഇപ്പോൾ വന്നു. പൂജ ബമ്പറിനും വലിയ വ്യത്യാസമൊന്നും വരാതെ അതിനകത്ത് വാസ്തവത്തിൽ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഏജൻറ്റുമാരുടെയൊക്കെ മേഖലയിലാണ് കുറവ് വന്നിട്ടുള്ളത്. വലിയ കുറവ് വന്നിട്ടില്ല, അതിനകത്ത് ബാധിച്ചിട്ടില്ല. ബാധിക്കുന്ന ലക്ഷണമില്ല. കാരണം ഇത് വിൽക്കുന്ന ഏജൻറ്റുമാരും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ലോട്ടറി ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തിയിട്ടാണ് ഈ കാര്യം വന്നേക്കുന്നത്. അതിനകത്ത് കുറവ് വന്നിട്ടില്ല. ഓണം ബമ്പർ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതൽ സെയിൽസ് ഇപ്രാവശ്യം നടക്കും. കഴിഞ്ഞ ഓണം ബമ്പറിന് വിറ്റതിനേക്കാളും കൂടുതൽ ടിക്കറ്റ് ഇപ്രാവശ്യം വിറ്റിട്ടുണ്ട്. അപ്പോൾ ബാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഓണം ബമ്പറിന് നികുതിയുടെ ഘടന മാറിയില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച നറുക്കെടുപ്പ് വെച്ച ദിവസം ഒന്ന് മാറ്റിയത് ഭയങ്കര മഴയൊക്കെ വന്നിട്ട് ഈ കച്ചവടം നടത്താൻ 2-3 ദിവസങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള അവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാറ്റി. മറ്റ് ടിക്കറ്റുകൾക്ക് ബാധിച്ചിട്ടില്ല. മറ്റ് ടിക്കറ്റുകളും പുതിയ ടാക്സ് റേറ്റിലുള്ള ടിക്കറ്റാണ് ഇപ്പോൾ ഇറക്കുന്നത്. അത് ബാധിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. നിങ്ങൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓണം ബമ്പറൊക്കെ ഇന്നേ എടുത്തോളൂ. 4-ാം തീയതി നറുക്കെടുപ്പാണ്. അല്ല, അങ്ങനൊരു ടെലിവിഷനിൽ ഇന്നലെ ചില വാർത്തകൾ ഇങ്ങനെ വന്നു. ഗവൺമെൻറ് ഇക്കാര്യത്തിലെല്ലാം പോസിറ്റീവ് ആണെങ്കിലും ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് തന്നെയാണ് കാര്യം. പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം നന്നായി വർദ്ധിപ്പിക്കണം തന്നെയാണ് ഗവൺമെൻറ്റിന് ആഗ്രഹമുള്ളത്. പക്ഷേ അത് പൊതുകാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഇതുവരെ തീരുമാനം എടുത്തതല്ല വന്നത്.